പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് വിനീത സാബു. ഞാനൊരു ഡാൻസ് പെർഫോമൻസാണ്. ഭരതനാട്യത്തിൽ RLVയിൽ നിന്ന് ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക് ഡാൻസ് എന്നിവ പഠിപ്പിക്കുന്നു. 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നതാണ്. ആദ്യത്തെ ഗുരു സാലി തോമസ്, RLVയിൽ പഠിച്ചിരുന്ന സാലി തോമസാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അതിന് ശേഷമാണ് ഞാൻ RLVയിൽ ചേർന്ന് വിലാസിനി ടീച്ചർ, രാധാമണി ടീച്ചർ, ലളിത ടീച്ചർ ഇവരാണ് എൻ്റെ ഗുരുക്കന്മാർ. ആരും വീട്ടിലെ നൃത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഇതിന് പോയി ചേർന്നത്. വീട്ടുകാർ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ടും ഹസ്ബൻഡാണ് ഇതിൻ്റെ മുന്നിൽ ഇതെല്ലാം ചെയ്തു തരുന്നത്. ഇപ്പോൾ ഞാൻ 16 വർഷമായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. തൃപ്പൂണിത്തറ വലിയകുളം ജംഗ്ഷനിൽ ഒരു നൃത്ത ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യകലാ കേന്ദ്രം എന്നാണ് പേര്. അവിടെ 50 കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. അവരെ കൊണ്ട് ഓരോ പ്രോഗ്രാമുകൾ ചെയ്യിക്കും. അവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, മോഹിനിയാട്ടം എന്നിവ നടത്തുന്നു. നൃത്തത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് തുടങ്ങാൻ കാരണം എനിക്ക് അതിൽ നിന്നുള്ള വരുമാനം കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഡാൻസ് ഒരു പാഷനാണ് എനിക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു വരുമാനമായി കരുതി അത് ഞാനിപ്പോൾ തുടർന്നു പോകുന്നു. അത് ഇപ്പോൾ കൊച്ചുകുട്ടികൾ തുടങ്ങി അമ്മമാർ വരെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്നുണ്ട്. ഇനി ഇത് ഒരു എയറോബിക്സിൻ്റെ തുടങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ ഭർത്താവും കുട്ടികളും പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നിയത്. കല്യാണത്തിന് മുമ്പ് ഇത് പഠിച്ചിരുന്ന ഇത് ഒന്നും കൂടെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരവസരമാണല്ലോ എന്ന് കരുതി ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചതും ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതും അത് ഇപ്പോൾ നല്ല രീതിയിൽ വിജയിച്ചു പോകുന്നുണ്ട്. കല്യാണത്തിന് മുൻപ് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം, കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഇതിന് ശേഷമാണ് ഞാനിത് തുടങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അതിൽ ഇത്ര കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ 16 വർഷമായി പ്രോഗ്രാം നടത്തുന്നു. കരിമുകൾ പുത്തൻകുരിശ് കരിമുകളാണ് എൻ്റെ വീട്. അവിടെ പുത്തൻകുരിശ് പഞ്ചായത്തിൻ്റെ കേരളോത്സവത്തിന് എനിക്ക് ഇതുപോലെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്.
മായി കിട്ടിയിട്ടുണ്ട്. RLVയിലെ രാധാമണ ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് എന്ന രീതിയിൽ കൊണ്ടു നടന്നതും ചെയ്തതും. പിന്നെ മോഹനിയാട്ടം ടീച്ചർ, വനജ ടീച്ചർ, പിന്നെ സണ്ണി സാർ എന്നിവരാണ് എനിക്ക് പിന്നീട് ഇതിന് ഒരു പ്രചോദനമായിട്ട് കൂടെ നിന്നത് അവരാണ്. പിന്നെ എനിക്ക് ഇനി പറയാനുള്ളത് നൃത്തം അഭ്യസിക്കാൻ വന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവർ പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് തന്നെ പഠിച്ച് അതിൻ്റെ അടിത്തറ കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ അത് ശരിക്കും പഠിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ഡാൻസുകളും മറ്റുള്ള സിനിമാറ്റിക്കും അതും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒന്നും അല്ലാത്ത പോലെ ആകരുത്. അത് ഭരതനാട്യം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ തന്നെ കളിക്കാനുള്ളതാണ്. അപ്പോൾ പഠിക്കാനുള്ള കുട്ടികൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഭരതനാട്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ.